Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In this lecture, we will be discussing about customer relationship management. At first, let us see what is the importance of customer relationship in marketing. Marketers strive hard to maintain a good relationship with its customer. Customer relationship is the relationship that tempts a customer to voluntarily choose a particular product against other products. It is a high-level loyalty created by the company due to the interaction with the customers. So, customer relationship എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് നമ്മുടെ കമ്പനി അല്ലെങ്കിൽ മാർക്കറ്റേഴ്സ് നടത്തുന്ന ആ ഒരു ഇൻറ്ററാക്ഷൻ മൂലം ഒരു കസ്റ്റമറിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പാണ്? ആ ഒരു കസ്റ്റമർ നമ്മുടെ ആ ഒരു ഇൻറ്ററാക്ഷനിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് വീണ്ടും വീണ്ടും നമ്മുടെ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാനുള്ള മൈൻഡ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് കസ്റ്റമറിന് തോന്നുന്നതിനാണ് നമ്മൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഷോപ്പിലേക്ക് പോവുകയാണ്. നമ്മൾ ആദ്യമായിട്ടൊരു ഷോപ്പിലേക്ക് കയറി ചെല്ലുക. നമുക്ക് ഒരു പ്രോഡക്റ്റിൻ്റെ ആവശ്യമുണ്ട്, നമുക്കൊരു സ്പെസിഫിക്കേഷൻ ഉണ്ട്, ഇന്ന പോലൊരു പ്രോഡക്റ്റാണ് നമ്മുടെ മൈൻഡിൽ. നമ്മൾ ആ കാര്യം പറയുമ്പോൾ തന്നെ ആ ഷോപ്പിലെ സെയിൽസ്മാൻ ആവട്ടെ മറ്റേതൊരു മാർക്കറ്റർ ആവട്ടെ അവർ നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് വേണ്ട മറ്റ് കാര്യങ്ങളെല്ലാം അവർ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്തു തരുവാണെങ്കിൽ ഓബ്വിയസ്ലി നമുക്ക് ആ ഒരു കമ്പനിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് തോന്നും. നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്ന ഒരു കമ്പനി എന്ന് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്ന് തോന്നൽ വരികയാണെങ്കിൽ വീണ്ടും അടുത്ത തവണ സിമിലർ ആയിട്ട് അല്ലെങ്കിൽ അടുത്ത തവണ ഒരു പ്രോഡക്റ്റിന് ആവശ്യം വരുമ്പോൾ നമ്മൾ ഇവരിലേക്ക് തന്നെ വരും. ഇതാണ് ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ്. ഒരു കസ്റ്റമറിന് ഒരു തോന്നൽ ഉണ്ടാക്കുക, നമ്മുടെ നീഡ്സ് അവർ സാറ്റിസ്ഫൈ ചെയ്യും എന്നൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുക. അപ്പോൾ ഇത്തരത്തിലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന വഴി ഒരു ഓർഗനൈസേഷൻ അത് ലൈഫ് ലോങ്ങിലേക്കുള്ള ഒരു കസ്റ്റമറിലെയാണ് അവർ ബിൽഡ് ചെയ്യുന്നത്. കൃത്യമായിട്ട് നമ്മുടെ കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈഡ് ആണ്, നമ്മൾ സത്യസന്ധരാണ് എന്നൊരു തോന്നലോടുകൂടി നമ്മളെ പ്രോഡക്റ്റ് വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യുന്ന ഒരു കസ്റ്റമറെയാണ് നമ്മൾ നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന വഴി ഏൺ ചെയ്യുന്നത്. Now let us see what is customer relationship management. CRM is a business strategy to promote the relationship with the customers to increase sales. It refers to the principles, practices and guidelines that an organization follows when interacting with its customer. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്, പ്രാക്ടീസസ്, ഗൈഡ് ലൈൻസ് ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ട് എന്തിനു വേണ്ടിയിട്ട് അൾട്ടിമേറ്റ്ലി സെയിൽസ് ഇൻക്രീസ് ചെയ്യണം അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി ഒരു കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയി അതിൽ നിന്നും സെയിൽസ് ഇൻക്രീസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് അച്ചീവ് ചെയ്യണം എന്ന മോട്ടീവോട് കൂടി ഒരു ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്, പ്രാക്ടീസസ് ആൻഡ് ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറയാം. It helps a company to improve customer satisfaction, customer loyalty and its profitability. ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഹെൽത്തി ആയിട്ട് മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് അതിൻ്റെ കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും, നല്ല ലോയൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ആൻഡ് കമ്പനിക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റബിലിറ്റി അച്ചീവ് ചെയ്യാനും പറ്റും. അപ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർ ഫോളോ ചെയ്യുന്ന സെറ്റ് ഓഫ് ബിസിനസ് സ്ട്രാറ്റജീസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ഓൾ കൈൻഡ്സ് ഓഫ് ഗൈഡ് ലൈൻസ് ഇസ് നോൺ ആസ് customer relationship management. Customer relationship management is defined as the art of managing the organization relationship with the customer and prospective clients. ഒരു ഓർഗനൈസേഷൻ്റെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ക്ലയൻസുമായിട്ട് നല്ലൊരു രീതിയിൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു ആർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറയുക. നമ്മൾ പൊതുവേ പറയുന്നതാണ് മാനേജ്മെന്റ് ഇസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. അപ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നല്ലൊരു രീതിയിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന വഴി നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, അതുവഴി കമ്പനിക്ക് നല്ലൊരു പ്രോഫിറ്റബിലിറ്റി അച്ചീവ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറയുക. Now let us look into the different strategies for creating customer relationship. At first, research about the customer. The marketers has to conduct research about the minds of the customer regarding their buying behavior and purchasing decision. അപ്പോൾ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്
ഫസ്റ്റ് നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മുടെ ടാർഗറ്റ് കസ്റ്റമറിനെ കുറിച്ചുള്ള എല്ലാവിധ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കണം. അവരുടെ ബൈയിങ് ബിഹേവിയർ, അവരുടെ പർച്ചേസിങ് ഡിസിഷൻ ഏത് രീതിയിലാണ്, പിന്നീട് എന്ത് കാരണം കൊണ്ടാണ് അവരൊരു പ്രോഡക്റ്റ് വീണ്ടും വീണ്ടും മേടിക്കാനുള്ള ചാൻസസ് എന്താണ്, അവരെ ഏത് രീതിയിൽ അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും, എങ്ങനെ അവരെ നല്ലൊരു കസ്റ്റമറായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായുള്ള ഒരു ഗ്രൗണ്ട് ലെവൽ റിസർച്ച് നടത്തിയാൽ മാത്രമേ ഒരു കസ്റ്റമറിന് നല്ല രീതിയിലുള്ള കസ്റ്റമർ റിലേഷൻഷിപ്പ് create ചെയ്യാൻ പറ്റുള്ളൂ. Total customer satisfaction. It refers to meeting of every requirements of the customer. This is more than satisfaction with the product. Secondly, total customer satisfaction ആണ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അവർക്ക് നീഡ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അവർക്ക് നീഡിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും അവർക്ക് പ്രൊവൈഡ് ചെയ്യുക, അവർക്കൊരു ഹോംലി ഫീൽ പ്രൊവൈഡ് ചെയ്യുക, അവരുടെ നീഡ്സ് അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്തു കൊടുക്കുന്നു എന്ന രീതിയിലൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മൾ ടോട്ടൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ വിധത്തിലുള്ള ടെക്നിക്കൽ സപ്പോർട്ട്, എല്ലാ വിധത്തിലും അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കുക, അവരെ എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്യുക. ഇത്തരത്തിലാണ് ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുക. ഒരു കസ്റ്റമറിനെ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ നല്ല രീതിയിലുള്ള കസ്റ്റമർ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മോണിറ്ററിംഗ് സാറ്റിസ്ഫാക്ഷൻ. It refers to reviewing how well a customer's expectation for quality service are being fulfilled. മറ്റൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മോണിറ്ററിംഗ് സാറ്റിസ്ഫാക്ഷൻ. അതായത് നമ്മളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഒരു കസ്റ്റമർ ഡെലിവറി ചെയ്തതിന് ശേഷം അവർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്ന് മനസ്സിലാക്കുക. നമ്മൾ പ്രൊവൈഡ് ചെയ്ത സർവീസിൽ അവർ സാറ്റിസ്ഫൈഡ് ആണോ, ആ ഒരു ക്വാളിറ്റി ലെവൽ മതിയോ, അതോ ഇനിയും അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ, അവർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണോ ഇല്ലയോ എന്നെല്ലാം കൃത്യമായിട്ട് അവരെ മോണിറ്റർ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഫോളോ അപ്പ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കൃത്യമായിട്ട് നമ്മുടെ വൺസ് നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ സർവീസ് എൻ്റർ ചെയ്ത ഒരു കസ്റ്റമറിനെ ഫർദർ അവർ ഏത് രീതിയിലാണ് നമ്മളെ കസ്റ്റമറിനെ വാല്യൂ ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മളെ ഫീഡ്ബാക്സ് എന്നെല്ലാം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം അവരെ നമ്മൾ വീണ്ടും നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന രീതിയിലേക്ക് അവരെ സാറ്റിസ്ഫൈ ആക്കുക. ഇതാണ് മോണിറ്ററിംഗ് സാറ്റിസ്ഫാക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിഷ്വലൈസിംഗ് ദ ഫ്യൂച്ചർ സക്സസ്. The marketer should aim at helping the customer to visualize their future success. ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന വഴി ഒരു മാർക്കറ്റർ യൂസ് ചെയ്യുന്ന മറ്റൊരു സ്ട്രാറ്റജിയാണ് പ്രസൻ്റ്ലി അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് മാത്രമല്ല, ഫ്യൂച്ചറിൽ അവർക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന രീതിയിലൊരു മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുക കൂടെയാണ് നമ്മൾ ഇവിടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്യുക. കസ്റ്റമർ, അതായത് നമ്മളൊരു പർച്ചേസ് ചെയ്യാൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഒരു നീഡ് പറഞ്ഞു വരുമ്പോൾ അവരുടെ ഒരു ലിമിറ്റേഷൻ കാണും. അവർക്ക് എത്ര ബഡ്ജറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ഇത്രയേ പറ്റുള്ളൂ, അങ്ങനെ ആ ഒരു രീതിയിൽ ലിമിറ്റേഷൻ കാണും. ബട്ട് ആസ് എ മാർക്കറ്റർ അവർ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൺസ് ഇപ്പോൾ അവരെ സാറ്റിസ്ഫൈ ചെയ്യുക, എന്നിട്ട് ഫ്യൂച്ചറിൽ അവർക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ വർക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും, ഇന്ന പോലെയൊക്കെ ഫിനാൻസിങ്, അങ്ങനെ പല ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് ഫ്യൂച്ചറിൽ ഇത് അച്ചീവബിൾ ആണ് എന്നൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്യാൻ ഒരു മാർക്കറ്റിന് സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിന് ഹെൽപ്പ് ചെയ്യും. നമുക്ക് വീണ്ടും ആ കസ്റ്റമർ ആ ഒരു വൺസ് ഫ്യൂച്ചറിൽ ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിലേക്ക് നമ്മൾ തന്നെ അവർ സമീപിക്കും. ഇത്തരത്തിലാണ് ഒരു ഫ്യൂച്ചർ വിഷ്വലൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതും ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് ക്രിയേഷൻ്റെ ഒരു സ്ട്രാറ്റജി ആയിട്ട് ഫോളോ ചെയ്യാം. Customer centric. The conversation with the customer should be centered on the interest of the customer and not on the interest of the marketer. മറ്റൊരു സ്ട്രാറ്റജിയാണ്, അതായത് ഒരു മാർക്കറ്റർ എപ്പോഴും കസ്റ്റമറിൻ്റെ നീഡ് എന്താണ് അതിനെ ബേസ് ചെയ്തുള്ള മാർക്കറ്റിംഗ് മാത്രമേ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം അവർ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരു കസ്റ്റമർ ഒരു ആവശ്യം പറഞ്ഞു വരുമ്പോൾ നമ്മൾ ആ ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യാതെ, ഇല്ല ഇന്ന പോലെ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, ഇത് മതിയാകുമോ എന്ന രീതിയിൽ ഒരു പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു കസ്റ്റമറിന് നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. നേരെ മറിച്ച് നമ്മളൊരു കസ്റ്റമറിൻ്റെ നീഡ് പറഞ്ഞു വരുമ്പോൾ ആ നീഡ് നല്ല രീതിയിൽ ഒപ്റ്റിമം രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. വാല്യൂ ഡിഫറൻസിയേഷൻ. The marketer should be able to instill a feeling of confidence that the product or service would give a unique value to the customer. നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ഒരു കസ്റ്റമറിന് ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അതായത് ഇന്ന പോലൊരു കമ്പനി അല്ലെങ്കിൽ ഇന്ന പോലെ ഒരു കടയിൽ നിന്നും നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ആ വേറെ എങ്ങും ഇത്രയും
നല്ല സർവീസ് അല്ലെങ്കിൽ ഇത്രയും നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് കിട്ടില്ല എന്നൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അതിനെയാണ് നമ്മൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് ക്രിയേഷൻ എന്ന് പറയുക. നമ്മൾ കൃത്യമായിട്ടൊരു കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്നും മേടിക്കുന്ന പ്രോഡക്റ്റ് ആ കസ്റ്റമറിന് വേറെ എവിടെ നിന്നും കിട്ടില്ല, അല്ലെങ്കിൽ അത്രയും ക്വാളിറ്റി അല്ലെങ്കിൽ ഇത്രയും സർവീസ് മറ്റെവിടെ നിന്നും കിട്ടില്ല എന്നൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഗ്രോത്ത് ഓഫ് സെയിൽസ്. കസ്റ്റമർ ഡു നോട്ട് ലൈക്ക് സെയിൽസ് പേഴ്സൺ who vanish after sale. They expect salespeople to deliver the value they promise and to maintain a relationship after the initial sale. അതായത് ഒരു കസ്റ്റമർ എപ്പോഴും സെയിൽസ്മാനുമായിട്ട് റിലേറ്റഡ് ആയിരിക്കാൻ വളരെയധികം താല്പര്യപ്പെടും. കാരണം നമ്മളൊരു പ്രോഡക്റ്റ് ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് ഒരു കസ്റ്റമറിലേക്ക് വിൽക്കുമ്പോൾ ആ പ്രോഡക്റ്റിനെ കുറിച്ച് എന്ത് സംശയം തോന്നുകയാണെങ്കിൽ, എന്ത് റെക്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ ആ കമ്പനി നിലവിലുണ്ടായിരിക്കണം. അല്ലാതെ ഒരു സെയിൽസ്മാൻ നമുക്കൊരു പ്രോഡക്റ്റ് വിറ്റു, പിന്നീട് ആ പ്രോഡക്റ്റിനെ കുറിച്ചൊരു കംപ്ലയിൻറ്റ് പറയാൻ വരുമ്പോഴത്തേക്ക് ആ സെയിൽസ്മാൻ അവിടെ ഇല്ലെങ്കിൽ നമ്മുടെ ആ കമ്പനിയോട് അല്ലെങ്കിൽ ആ കമ്പനിയോട് കൂടിയുള്ള എല്ലാ വിശ്വാസവും നമുക്ക് അവിടെ തീരെയാണ്. നേരെ മറിച്ച് ഒരു ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ, ഒരു കസ്റ്റമർ റിലേഷനിൽ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ആ സെയിലിന് ശേഷം വീണ്ടും ആ കസ്റ്റമറും ആ ഒരു ഡീലറുമായിട്ട് നല്ലൊരു കോൺടാക്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കോൺടാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പിലേക്ക് നമുക്ക് നയിക്കാൻ പറ്റും. എക്സ്പാൻഡ് ദ റിലേഷൻഷിപ്പ്. The marketer should try to realize what value that the customer has secured by acquiring the product or service. He should also try to help the customer to attain additional success over time. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫ്യൂച്ചർ വിഷ്വലൈസേഷൻ എന്ന രീതിയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ, ഒരു കസ്റ്റമറിന് ഒരു പ്രോഡക്റ്റ് നമ്മൾ സെല് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു കസ്റ്റമർ എന്താണ് ആ പ്രോഡക്റ്റ് മേടിക്കുന്നതിൽ നിന്ന് അച്ചീവ് ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം അതിൽ കൂടുതൽ ഫ്യൂച്ചർ അഡീഷണൽ വാല്യൂസ് ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള പ്രോഡക്ട്സിനെ കുറിച്ചും സർവീസിനെ കുറിച്ചും എല്ലാം കസ്റ്റമറിന് മനസ്സിലാക്കി കൊടുക്കുക. ഇത്തരത്തിലാണ് നമ്മളൊരു നല്ല റിലേഷൻഷിപ്പ് എക്സ്പാൻഡ് ചെയ്യുന്നത്. വൺസ് നമ്മളൊരു പർച്ചേസ് നടത്തി കഴിയുമ്പോൾ നമുക്കൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ആ കസ്റ്റമറിന് വാല്യൂ ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം, ഇൻഫർമേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന വഴി ആ കസ്റ്റമറുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്ററിന് പലവിധ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു കസ്റ്റമറുമായിട്ട് നല്ലൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യും. അതുവഴി കമ്പനിക്ക് ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകാനും പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് പഠിച്ചത്. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിങ്ങിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്നുള്ളത് നമ്മൾ കണ്ടു. എന്തൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. വാട്ട് ഡു യു മീൻ ബൈ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ആൻഡ് വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് ഓഫ് ക്രിയേറ്റിംഗ് കസ്റ്റമർ റിലേഷൻഷിപ്പ്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.